ചെക്കലക്കല്ല മുറിച്ചിട്ട് മാനാപ്പ് മരിച്ചു നിൽക്കേണ്ട നാള് പഠിച്ചവരിനെ പഠിച്ചു വച്ചതിൽ അതിർപ്പമല്ലത് മധുരമല്ലത് മാനസമല്ല പറയും പുലിവാലേ പടരും ഇഹാലേ പറയും പുലിവാലേ പടരും ഇഹാലേ അവിടം ഇവിടം തെണ്ടി നടന്ന് കണ്ട സംഭവം കൊണ്ട് വീട്ടിൽ വന്ന് തട്ടിടുന്നത് എന്ത് സംഭവം നാക്കിൻ്റെ അച്ഛം കേറിടുന്ന വിമ്പു മണ്ഡപം. ഹായ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരുന്നേ. അപ്പൊ കുറെ ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ട് നമ്മൾ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടതാണ്. കുഞ്ഞു ഉമ്മച്ചിക്ക് വയ്യാന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശമൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കുറവൊക്കെ ഉണ്ട്. എന്താ പറയുക, നിക്കടി പോകാൻ പറ്റി കുറച്ച് കുറവുണ്ട്. എന്നാലും വലിയ അങ്ങനെ ഉഷാറായിട്ടൊന്നുമില്ല. എന്നാൽ കുഴപ്പമില്ല അങ്ങനെ കേട്ടോ. അപ്പം എന്താ ഉണ്ടായിന്നൊന്നും അറിയില്ല. തീരെ വയ്യാതായി. എന്നാൽ ടെസ്റ്റുകളിലൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിലും തൈറോയിഡിലും ഒന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. പക്ഷെ എനിക്ക് എന്താണെന്നറിയില്ല, കൈയും കാലും കുഴയിലും നടക്കാൻ വയ്യ, ഭയങ്കര ക്ഷീണം, പ്രഷർ കുറവുണ്ട്. അല്ലാണ്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അൽഹംദുലില്ലാ. അപ്പോൾ അത് കാരണമാണ് ഞാൻ വീഡിയോ ഒന്നും ഇടാതിരുന്നത്. വീഡിയോ ഇടുമ്പോൾ വീഡിയോ എടുക്കാൻ പോലും വയ്യായിരുന്നു. ഇപ്പോഴും എൻ്റെ മുഖത്തിന് ക്ഷീണം ഉണ്ടാവും. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാൻ. ഇന്ന് വീഡിയോ ഇടാൻ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ എൻ്റെ ഇഷമോളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്നൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. നാളെ ബർത്ത്ഡേ വിശേഷങ്ങളൊക്കെ ഉണ്ടാവും. അത് ഞാൻ നാളെ അല്ലെങ്കിൽ മറ്റന്നൊക്കെ ആയിട്ട് വീഡിയോ ഇടും കേട്ടോ. അപ്പോൾ നാളെ ഇഷമോളുടെ ബർത്ത്ഡേ ആണ്. എല്ലാവരും ഇഷമോൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. നല്ല മോളായി, നല്ല ആരോഗ്യമുള്ള, ആയുസ്സുള്ള, അല്ലേ, നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ള മോളായിട്ട് വളരട്ടെ എന്ന് എല്ലാവരും എന്താ പറയുക ദുആ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാവരും ഇഷമോൾക്ക് വേണ്ടിയിട്ട് നാളെ നമ്മുടെ കമൻറ്റിലൊന്ന് വിഷ് ചെയ്യും കൂടി ചെയ്യാം കേട്ടോ. നാളെ മിക്കവാറും ചിലപ്പോൾ നാളെ ഇടും. അതല്ലാന്നുണ്ടെങ്കിൽ മറ്റന്ന് എന്തായാലും ബർത്ത്ഡേ, ചെറുതായിട്ടൊരു ബർത്ത്ഡേ വിശേഷം, അവളുടെ ഒരു ആഗ്രഹത്തിന് ഒരു കേക്ക് വാങ്ങി മുറിക്കലും അത്ര തന്നെ ഉള്ളൂ കേട്ടോ. വേറെ ഒന്നുമില്ല. അപ്പോൾ അതൊക്കെ ആയിട്ട് നാളെ ഒന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നൊക്കെ ആയിട്ട് ഞാൻ വീഡിയോ ഇടും കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇതാ ഇഷമോളൂടെ ഉണ്ട്. കുഞ്ഞുവിനെ വിളിച്ചു വെച്ചിട്ടാ. അപ്പോൾ കുഞ്ഞു നമ്മുടെ വെക്കേഷനൊക്കെ അല്ലേ, കുട്ടികൾ വെക്കേഷൻ അടിച്ചു പൊളിച്ചതിൻ്റെ ഒരു ഇതിൽ കുഞ്ഞുവിൻ്റെ കാലിന് മുറിവ് പറ്റിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. തീരെ വയ്യ, അവനും വയ്യ, നടക്കാനൊന്നും വയ്യ. അപ്പോൾ അത് കാരണം അവൻ്റെ റെസ്റ്റിലാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ കാലിൻ്റെ ഒരു കോലം ഞാനൊന്ന് കാണിച്ചു തരാം. കാലിപ്പോൾ ഈച്ച കൊത്തുന്നതിന് അങ്ങനെ മൂടി വെച്ചിട്ടോ. കാല് കണ്ട, സൈക്കിളിന്റെ മുകളിൽ നിന്നൊന്ന് വീണു. അപ്പോൾ വെക്കേഷൻ ആയി കഴിഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം വെക്കേഷനിൽ ആച്ചൂട്ടിന്റെ കണ്ണായിരുന്നു, കൈയല്ല കണ്ണ്, എന്റെ കൈ ഒടിഞ്ഞു. എന്റെ കൈ. ഇപ്രാവശ്യം കാലിന്മേ ഒന്നും പറ്റിയിട്ടില്ല. അതിനോട് പറഞ്ഞില്ലല്ലോ. അതൊന്നും അറിഞ്ഞില്ലേ? ഇരിക്കാൻ നോക്കിയതാ, മലർന്നടിച്ച് വീണു. അന്നിട്ട് എനിക്കിതും പറ്റിയത്. അപ്പൊ ഞാൻ ചിരിച്ചിട്ട് ഞാൻ സൈക്കിൾ എടുത്ത് പോയതമ്മ. ഞാൻ ഇവളേനെ കളിയാക്കി ചിരിച്ചിട്ട് നേരെ സൈക്കിൾ എടുത്ത് പോയി. അതാണ് പറയണ, ഒരാളെ കളിയാക്കാൻ പാടില്ല. കുഞ്ഞിക്കാടെ വയറില്ലേ, അത് ബെല്ലിന്റെ ഒരു ആണി മുങ്ങിട്ട് ഇവിടെ കോറി. അന്നെ കണ്ടു കാണിച്ചു കൊടുക്കണോ വീഡിയോയില്? അപ്പൊ കണ്ടില്ലേ, ഇതൊക്കെയാണ് വെക്കേഷനിൽ ഇവിടുത്തെ വിശേഷങ്ങൾ കേട്ടാ. വെക്കേഷൻ എന്തായാലും ഒരു അടിച്ചു പൊളിക്കുന്നുണ്ട്. ഒരാളെ കാലുമ്മേ, ഒരാളുടെ തണ്ടലുമ്മേ, ഒരാളെ വയറുമ്മേ ഒക്കെ ആയിട്ട്. പിന്നെ ചീത്ത പറഞ്ഞ് ഒച്ചിട്ടിട്ടാ കയ്യും കാലൊന്നും ഓടിയാത്തത്, അല്ലെങ്കിൽ അതും ഓടിക്കും. അപ്പൊ എല്ലാവരുടെ വീട്ടിലും ഇതൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥ എന്നറിയാം. കുട്ടികളുള്ള എല്ലാവരുടെ വീട്ടിലും ഒതുങ്ങിയിരിക്കില്ല, എന്താ ചെയ്യാ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാതിരുന്നതാണ് പറഞ്ഞു വരുന്നത്. ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ക്ഷീണമൊക്കെ മാറി വരുന്നു. ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ. എനിക്ക് എണിച്ച് നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. പെരുന്നാൾ അങ്ങനെ കഴിഞ്ഞോട് കൂടിയിട്ട് ആകെ തകിട് പൊടിയായിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്തായാലും
കുഴപ്പമൊന്നുമില്ല. പെരുന്നാളിൻ്റെ വിശേഷങ്ങളൊക്കെ ഒരുപാട് പേര് കണ്ടു, ഒരുപാട് പേര് കമൻ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവർക്കും ഞാൻ മറുപടി ഒന്നും അയച്ചിട്ടില്ല, അതൊന്നും അയക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലൊന്നും അല്ലായിരുന്നു, അത് കാരണം മറുപടി ഒന്നും അയച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ കമൻ്റ് ഇട്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ എന്താ പറയുക, അങ്ങനത്തെ വീഡിയോ ഒക്കെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുറേ പേര് വയ്യാന്ന് പറഞ്ഞപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു തൈറോയ്ഡ് കാരണമാവും, അങ്ങനെയാണ് കുറേ കാരണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലത്തെ ഏത് കാരണമാണെന്ന് എനിക്കറിയില്ല. പക്ഷെ തൈറോയ്ഡൊന്നും എനിക്ക് കൂടുതലില്ല കേട്ടോ. കണ്ണിൻ്റെ ഇതിൽ കൂടുതലുണ്ട്, പക്ഷെ കൊളസ്ട്രോൾ നോക്കിയാൽ അതും കൂടുതലില്ല. എല്ലാം നോക്കി, പക്ഷെ അതിലൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്താണെന്ന് അറിയില്ല, തീരെ വയ്യായിരുന്നു. ഇപ്പോൾ ഓക്കെ ആയി വന്നു, കുറച്ചീശെ മാറി മാറി വരുന്നുണ്ട്. പിന്നെ BP കുറവുണ്ട്, അതിന് ഉപ്പിട്ടിട്ടുള്ള കഞ്ഞിവെള്ളമൊക്കെ കുടിക്കുമ്പോൾ അപ്പോൾ ക്ഷീണം മാറുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ നാളെ ഇഷമോളുടെ ബർത്ത്ഡേ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ അല്ലെങ്കിൽ മറ്റന്നൊക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. എല്ലാവരും നമ്മൾ തന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനൊക്കെ ഒന്ന് ഞെക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും.